അൽഹംദുലില്ലാഹി നഹ്മദുഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇസ്രായേൽ ഫലസ്തീനിൽ 7 പതിറ്റാണ്ടുകളായി തുടർന്നുകൊണ്ടിരിക്കുന്ന നരനായാട്ടുകളെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. എത്ര പിഞ്ചു കുട്ടികളെയും സ്ത്രീകളെയുമാണ് യാതൊരു കാരുണ്യവും ഇല്ലാതെ കൊന്നു തള്ളുന്നത്. ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ, അടങ്ങാത്ത ശത്രുതയെ സംബന്ധിച്ചുമെല്ലാം നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇറാനെയും ഇസ്രായേലിനെയും നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് ആരാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഭീഷണിയായിട്ടുള്ളത്? ഒരു സംശയവുമില്ല, ഇറാനും അവിടെയുള്ള റാഫിദുകളുമാണ്. അതിന് ചരിത്രമോ നമ്മുടെ മുമ്പിൽ തെളിവായി ഉണ്ട്. കാരണം ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക്, പുറത്തു നിന്നുള്ള ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് ഒരിക്കലും മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. എപ്പോഴും മുസ്ലിമീങ്ങളാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിൻ്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത്. ചരിത്രത്തിലുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട 2 അധിനിവേശങ്ങളാണ് കുരിശ് യുദ്ധവും അതുപോലെ തന്നെ താർത്താറുകളുടെ അധിനിവേശവും. ഈ കുരിശ് യുദ്ധം എന്ന് പറയുന്നത് 4-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 2 നൂറ്റാണ്ട് നീണ്ടു നിന്നിട്ടുള്ള അധിനിവേശമാണ്. ഒരുപാട് രക്തച്ചൊരിച്ചിലുകളും അതുപോലെ തന്നെ ഭീകര പ്രവർത്തനങ്ങളും എല്ലാം ആ കാലയളവിലുണ്ടായി. പക്ഷേ അതിൻ്റെ എല്ലാം അവസാനത്തിൽ മുസ്ലിമീങ്ങൾ അവരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി മുസ്ലിമീങ്ങളുടെ നാടുകളിൽ നിന്ന്. അതുപോലെ താർത്താറികളുടെ അധിനിവേശം 7-ാം നൂറ്റാണ്ടിൽ ജംഗീസ് ഖാൻ്റെ നേതൃത്വത്തിൽ മംഗോളിയയിൽ നിന്ന് മുസ്ലിം നാടുകളിലേക്ക് കയറി വന്നുകൊണ്ട് ഓരോ നാട് ഒന്നൊന്നായി കീഴടക്കി അവിടെ നരനായാട്ടുകൾ നടത്തി. ഭീകരമായിരുന്നു ആ ഒരു അധിനിവേശം എന്ന് പറയുന്നത്. ഓരോ നാട്ടിലേക്ക് വന്നുകൊണ്ട് അവിടെയുള്ള എല്ലാവരെയും കൊന്നൊടുക്കുക, അവിടെയുള്ള വീടുകളും കെട്ടിടങ്ങളും എല്ലാം അഗ്നിക്കിരയാക്കുക. അവസാനം അത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള ബാഗ്ദാദിലേക്ക് വരെ എത്തി. അതിനെല്ലാം അവർ കീഴടക്കി. അതിനെ സംബന്ധിച്ച് അന്ന് അത് നേരിൽ കണ്ടിട്ടുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് എന്താണ്? ഇത് ഖിയാമത്ത് നാൾ സംഭവിക്കുകയാണോ എന്ന് അവർക്ക് തോന്നിപ്പോയി എന്നുള്ളതാണ്. അത്രമേൽ എന്തായിരുന്നു? ഭീകരമായിരുന്നു. പക്ഷേ ഏകദേശം 50 വർഷം കൊണ്ട്, 616 ആരംഭിച്ച് ഏകദേശം 50 വർഷം കൊണ്ട് പിന്നീട് ആ മുസ്ലിമീങ്ങൾ അവരെ കീഴടക്കി. ഐനു ജാലൂത്ത് എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെ സൈഫുദ്ദീൻ ഖുത്തുസ് റഹിമഹുള്ളയുടെ നേതൃത്വത്തിൽ താർത്താറികളെ മുസ്ലിമീങ്ങൾ കീഴടക്കി. പിന്നീട് അവരുടെ ചരിത്രത്തിൻ്റെ ബാക്കി എങ്ങനെയാണ്? അവരിൽ പലരും ഇസ്ലാം സ്വീകരിക്കുന്നു. അവർ പിന്നീട് അവരുടെ തന്നെ പിന്മുറക്കാരാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മുഗൾ രാജാക്കന്മാരെന്നാണ് ഒരഭിപ്രായം. അങ്ങനെ അവർ മുസ്ലിം ഭരണാധികാരികളായി തീർന്ന അവസ്ഥയുണ്ടായത്. ഇനി ആധുനിക കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപാട് കോളനികളുണ്ടായി ബ്രിട്ടീഷുകാർക്കും ഫ്രഞ്ചുകാർക്കും മുസ്ലിം നാടുകളിൽ. അതെല്ലാം 100-150 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അവസാനം മുസ്ലിമീങ്ങൾ അവരെ പരാജയപ്പെടുന്നു, അവർ തോറ്റോടുന്നു. ശേഷം അമേരിക്ക ഇറാനിൻ്റെ സഹായത്തോടു കൂടി അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെ അധിനിവേശം നടത്തി. ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറയുന്നത് തോറ്റോടുകയാണ് ചെയ്തത്. അവർക്കൊന്നും തന്നെ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ മതം മാറ്റാനോ അവരുടെ ശേഷിപ്പ് ബാക്കിയാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇനി ഫലസ്തീനിലേക്ക് വരിക. ഏകദേശം 78-79 വർഷമായി അധിനിവേശം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ ഫലസ്തീൻ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം വരെ അവർക്ക് പൂർണ്ണമായി കീഴടക്കാൻ സാധിച്ചിട്ടില്ല. അവിടെയുള്ള മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ സാധിച്ചിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങൾക്ക് യഹൂദികളുടെ മേൽ വിജയം നൽകുമാറാകട്ടെ. അവരെ അവിടെ നിന്ന് തുരത്തി ഓടിക്കുമാറാകട്ടെ. ഇനി അതേ അവസരത്തിൽ നമ്മൾ ഷിയകളെ സംബന്ധിച്ച്, റാഫിദുകളെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുന്ന സമയത്ത്
നാശമല്ലാതെ മുസ്ലിമീങ്ങൾക്കിടയിൽ അവർ വിധിച്ചിട്ടില്ല. അവർക്കും ഈ തരത്തിൽ 4-ാം നൂറ്റാണ്ട് മുതൽ എന്തുണ്ട്, ഒരുപാട് ഷിഈ രാഷ്ട്രങ്ങളുണ്ടായിട്ടുണ്ട്. അദ്ദൗലൽ ബുവൈഹിയ എന്ന പേരിൽ ഇറാഖിലും അതുപോലെ തന്നെ പേർഷ്യയിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അൾജീരിയയിൽ നിന്ന് മക്ക മദീന ഉൾപ്പെടുന്ന സ്ഥലം വരെ, ഈജിപ്ത് ഒക്കെ ഉൾപ്പെടുന്ന ഉബൈദികളുടെ വലിയ രാഷ്ട്രമുണ്ടായിട്ടുണ്ട്, ദൗല അൽ ഫാത്തിമിയ എന്ന പേരിൽ. അതുപോലെ തന്നെ കറാമത്തുകൾ അതേ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ ഭരിച്ചിട്ടുണ്ട്. ബഹ്റൈനും അതുപോലെ തന്നെ ഇന്നത്തെ സൗദി അറേബ്യ ഉൾപ്പെടുന്ന വലിയ ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, ഭരിച്ചിട്ടുണ്ട്. ഇവർ ഭരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ആ നാടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭീകര പ്രവർത്തനങ്ങൾ അത് കയ്യും കണക്കുമില്ലാത്തതാണ്. അതിൻ്റെ ശേഷിപ്പുകൾ ഇന്നും ബാക്കിയുണ്ട്. ഹിജ്റ 317 കറാമത്തുകൾ കാബയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കുകയും, അത് ഹജ്ജിൻ്റെ വേളയിലാണെന്ന് ഓർക്കണം. അവിടുത്തെ ഹാജിമാരെ കൊന്നൊടുക്കി, എന്നിട്ട് അവരുടെ ജനാസകളെ സംസം കിണറിലേക്ക് തള്ളി കാബയിലുണ്ടായിട്ടുള്ള ഹജറുൽ അസ്വദിനെ അവരെന്ത് ചെയ്തു, കട്ടുകൊണ്ടുപോയി അഹ്സായിലേക്ക് കൊണ്ടുപോയി. ശേഷം 22 വർഷം കാബയിൽ ഹജറുൽ അസ്വദ് ഉണ്ടായിട്ടില്ല. നമ്മൾ അതിനു മുമ്പുള്ള മുസ്ലിമീങ്ങളുടെ നേർക്ക് വന്നിട്ടുള്ള അധിനിവേശങ്ങളെ, ഇസ്ലാമിന് പുറത്തുള്ളവരുടെ അധിനിവേശങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അവർ ഒരു വിഭാഗം പോലും കാബയിലേക്കോ മസ്ജിദുൽ ഹറാമിൻ്റെ നേർക്കോ കടന്നു വരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവർക്ക് സാധിച്ചു, ഷിഈകൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല 1501 മുതൽ ഇറാൻ, അസർബൈജാൻ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഷാ ഇസ്മായിൽ സഫവി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, രാഷ്ട്രമുണ്ടാക്കി. അന്നു മുതൽ ഇന്ന് വരെ ആ സ്ഥലങ്ങൾ ഷിഈ രാഷ്ട്രങ്ങളായി തുടരുകയാണ് ചെയ്യുന്നത്. ശേഷം 1979 ഖുമൈനിയുടെ നേതൃത്വത്തിൽ ആ ഷിഈ രാഷ്ട്രത്തെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, ആ മദ്ഹബിനെ ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇറാനിൽ. അതുപോലെ തന്നെ അസർബൈജാനിലെ കാര്യം അങ്ങനെ തന്നെയാണുള്ളത്. അപ്പോൾ ഇസ്ലാമിന് പുറത്തുള്ള യഹൂദി നസ്രാണികൾക്ക് എന്ത് ചെയ്തില്ല, അവർക്ക് അവരുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നില്ല, മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ സാധിക്കുന്നില്ല. എന്നാൽ ഈ റാഫിദി മതക്കാർക്ക് മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ അധിനിവേശം നിലനിർത്താനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇതെല്ലാം നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ഇറാൻ പക്ഷക്കാർ പറയുന്നത് എന്താണ്, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇറാനോടൊപ്പമാണ് നിൽക്കേണ്ടത്. കാരണം എന്താണ്, ഇസ്രായേലിന് വലിയ ഒരു പദ്ധതിയുണ്ട്, ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിയുണ്ട്. അങ്ങ് നൈൽ നദി മുതൽ യൂഫ്രട്ടീസ് നദി വരെ നീണ്ടു നിൽക്കുന്ന വലിയ ഇസ്രായേൽ രാഷ്ട്രമാണ് അവരുടെ പദ്ധതി. അതിൽ സൗദി അറേബ്യയുടെ തന്നെ ഒരു ഭാഗം അതിൽ വരും. അത് അറബ് രാഷ്ട്രങ്ങൾക്കും മുസ്ലിമീങ്ങൾക്കും വലിയ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇസ്രായേലിനെ പരാജയപ്പെടുത്താണ് വേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ ചർച്ച ചെയ്യാതെ പോകുന്ന മറ്റൊരു വലിയ പദ്ധതിയാണ് ആരുടേത്, ഇറാൻ്റെ ഗ്രേറ്റർ ഇറാൻ പദ്ധതി. അൽ ഖുത്ത് അൽ ഖംസീനിയ എന്ന പേരിൽ അവർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ്. ആ പദ്ധതിയാകട്ടെ അത് നടപ്പിലാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാഖ് ഷിഈ രാഷ്ട്രമായി തീർന്നു, അവരുടെ കീഴിൽ വന്നു. സിറിയ അവരുടെ കൈകളിലാണ് ഉണ്ടായിരുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങൾക്ക് അവരുടെ മേൽ വിജയം നൽകി. ലുബ്നാന് അതിൻ്റെ അധികാരത്തിൽ വലിയൊരു പങ്ക് ഈ ഷിയകളുടെ കൈകളിലാണുള്ളത്. യമനിൻ്റെയും അധികാരത്തിൻ്റെ വലിയൊരു പങ്ക് ഇന്ന് ഷിയകളുടെ കയ്യിലാണ്. അത് വലിയൊരു ഭാഗം അവർ പൂർത്തീകരിച്ച് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ഇഖ്വാനി സഹയാത്രികനായിട്ടുള്ള രാഷ്ട്രീയ നിരീക്ഷകനായ അബ്ദുള്ള നഫീസത്ത് പറയുന്നതിന് നമുക്ക് കേൾക്കാൻ സാധിക്കും. موضوع ثاني، إيران طبعا لا تفعل ذلك لسواد عيون العرب، لابد أن عندها مشروع توسعي ومشروع قاعدة تعد العدة له منذ فترة طويلة من الزمن، وعقدت مؤتمرات كثيرة في إيران حول الخطة الخمسينية يسمونها للوصول إلى كل العالم العربي. അപ്പോൾ ഇസ്രായേലിൻ്റെ പദ്ധതി ഫലസ്തീനിൽ വരെ അവർക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഫലസ്തീൻ ഇന്ന് തന്നെ ഫലസ്തീൻ എന്ത് ചെയ്തില്ല, ഇന്ന് വരെ എന്ത് ചെയ്തില്ല, പൂർണ്ണമായിട്ട് കീഴടക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇറാന് വലിയ എത്രയോ രാഷ്ട്രങ്ങൾ എന്ത് ചെയ്തു, അവർക്ക് കീഴടക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു,
കാബയിലേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് എത്തിച്ചേരാൻ ഇന്നുവരെ ഒരു ജൂതനോ ക്രിസ്ത്യാനിക്കോ സാധിച്ചിട്ടില്ല, അധിനിവേശം നടത്താൻ സാധിച്ചിട്ടില്ല. എന്നാൽ കറാമത്തുകൾ ചെയ്ത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഖൊമൈനിയുടെ ഇറാനിൽ അവരുടെ നേതൃത്വത്തിൽ എത്ര തവണകളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, മസ്ജിദുൽ ഹറാമിനെ അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 1987 ഹജ്ജിൻ്റെ സമയത്ത് അവിടെ ഒരു വിപ്ലവം നടത്താൻ, അതുപോലെ തന്നെ അവർ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇറാൻ്റെ നേതൃത്വത്തിൽ അവിടെ വന്നിട്ടുള്ള ഇറാനികളായിട്ടുള്ള ആളുകൾ മക്കയിൽ വെച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു, അരക്ഷിതാവസ്ഥ ഉണ്ടായി, ഹജ്ജ് താറുമാറാകുന്ന അവസ്ഥ വന്നു. അതുപോലെ തന്നെ 1989 മക്കയിൽ അവർ ബോംബ് സ്ഫോടനം നടത്തി. ശേഷം 2015 അവർ നടത്തിയുള്ള പദ്ധതി പ്രകാരം തിരക്കിലും പെട്ടിട്ടുള്ള 800-ലേറെ ആളുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഹജ്ജ് വേളയിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് മക്കയിൽ. ഇത് പല തവണകളിൽ ആവർത്തിച്ചത് കാരണത്താൽ ഇറാനിനെ പല വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹജ്ജിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് സൗദി അറേബ്യ. ഹൂസികളുടെ നേതൃത്വത്തിൽ എത്ര തവണകളിലാണ് മക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെന്തെങ്കിലും മിസൈലുകൾ അയച്ചിട്ടുള്ളത്, മക്കയെയും മദീനയും ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇതാരാ ചെയ്തിട്ടുള്ളത്? ഇവരല്ലാതെ. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ 900 ഗറില്ല സംഘങ്ങൾ, സായുധ സംഘങ്ങൾ പല രാഷ്ട്രങ്ങളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്, ഇന്ത്യയിലും പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല മുസ്ലിമീങ്ങൾക്ക് ഈ തരത്തിൽ മാത്രമല്ല അവരെന്ത് ചെയ്തുള്ള ഭീഷണി ഉണ്ടാക്കിയിട്ടുള്ളത്, അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും സുന്നികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സൂഫിസം അവർ രൂപീകരിച്ചു. ആ സൂഫിസം എല്ലാ മുസ്ലിം നാടുകളിലും എന്ത് ചെയ്യുന്നുണ്ട്, വലിയ തോതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ തരത്തിലുള്ള ആഘോഷങ്ങളും വിശ്വാസങ്ങളും ഖബർ പൂജയും എല്ലാം അവരെന്ത് ചെയ്യുന്നു, കൊണ്ടു നടക്കുന്നു. അതോടൊപ്പം അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കാനായി ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്ത് ഇസ്ലാമിയുമുണ്ട്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും വാദിക്കാനും അവരുടെ പ്രൊപ്പഗണ്ട നടപ്പിലാക്കാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇസ്ലാമിക പ്രമാണങ്ങളായിട്ടുള്ള പരിശുദ്ധ ഖുർആനിനെയും ഹദീസിനെയും മറ്റ് പ്രമാണങ്ങളെയും ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അഖ്ലാനികളുണ്ട്. അത് ഇറാനിയായിട്ടുള്ള ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ നല്ല ഒറിജിനൽ ഷിയയുടെ പ്രോഡക്റ്റാണ് അത് നമ്മുടെ നാടുകളിൽ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആളുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം ഇസ്ലാമിക പ്രമാണങ്ങളെ ദുർബലപ്പെടുത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ തരത്തിലുമുള്ള നാശമാണ് എന്ത് ചെയ്യുന്നത്, ഇറാനും റാഫിദി മതവും മുസ്ലിമീങ്ങൾക്കിടയിൽ വിതയ്ക്കുന്നത്. മാത്രമല്ല കളവ് പറയുക എന്നുള്ളത് അവർക്ക് ദീനാണ്. അതുപോലെ തന്നെ വഞ്ചന, ചതി, കുതികാലുവെട്ട്, അതുപോലെ തന്നെ പുറകുന്ന് കുത്തുക, ഇതെല്ലാം അവർക്ക് ഏറ്റവും പുണ്യകരമായിട്ടുള്ള കാര്യമാണ്. അവരുടെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായിട്ടുള്ള കുലൈനിയുടെ അൽ കാഫിയിൽ രേഖപ്പെടുത്തിയുള്ള കാര്യമാണ്, ഇന്ന തിസ്അത അഅശാരി ദീനിന ഫിത്തഖിയ്യ, നമ്മുടെ ദീനിൻ്റെ 90% തഖിയ്യയാണ്, എന്നാൽ മറച്ചു വെക്കലിലാണ്, കളവ് പറയലിലാണ് എന്നുള്ളതാണ്. ലാ ദീന ലിമൻ ലാ തഖിയ്യത ലഹ്, തഖിയ്യത്തില്ലാത്തവന് ദീനേ ഇല്ല എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിൻ്റെ നാശം എത്രയായിരിക്കും. ജൂത ക്രിസ്ത്യാനികളുടെ അവരുടെ കാര്യം, അവരുടെ ശത്രുത പ്രകടമാണ്. ഇവർ മുനാഫിക്കുകളെ പോലെ ഉള്ളിൽ നിന്ന് കളിക്കുകയാണ് ചെയ്യുന്നത്. ഭീകരമായ രീതിയിലാണ് ഇവരുടെ പ്രവർത്തനമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലും കക്ഷിഭേദമന്യേ എല്ലാ ഉലമാക്കളും എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരുടെ ഷർറ് ജൂത ക്രിസ്ത്യാനികളുടെ ഷർറിനേക്കാളും ഭീകരമാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഇമാം ആജുരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശരീഅയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്, മൻ അദ്ഹറ ബിദ്അത റാഫിദ ഫഖദ് ജഅല നഫ്സഹു ഷർറൻ അലൽ ഉമ്മ, ആരെങ്കിലും റാഫിദി മദ്ഹബ് പ്രകടമാക്കിയിട്ടുണ്ടോ അവൻ ഈ ഉമ്മത്തിന് ഷർറ് ആയി തീരുകയാണ് ചെയ്യുന്നത്. വഹും മിൻ അഖ്തറിൽ ഫിറഖ്, ഏറ്റവും ഭീഷണിയാകുന്ന, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും ഭീഷണിയായിട്ടുള്ള കക്ഷിയാണ് അവർ. ലിഅന്നഹും യതദാഹറൂന ബിൽ ഇസ്ലാം, കാരണം അവർ മുസ്ലിമീങ്ങളാണെന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പുറത്ത് കാണിക്കുന്നത്. വയുദ്മിറൂന അദാവത, പിന്നെ മുസ്ലിമീങ്ങളോടും ഇസ്ലാമിനും മുസ്ലിമീങ്ങളോടുമുള്ള ശത്രുത മറച്ചു വെക്കുകയും ചെയ്യുന്നു. ഇനി അശ്അരി പണ്ഡിതനായിട്ടുള്ള ഖാദി അബൂബക്കർ അൽ ബാഖിലാനി റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത് എന്താണ്, അർ-റാഫിദത്തു മുഫ്സിദൂന ഫിദ്ദീനി അശദ്ദു മിനൽ യഹൂദി വൻ നസാറ, ജൂത ക്രിസ്ത്യാനികളെക്കാളും നമ്മുടെ ദീനിനും മുസ്ലിമീങ്ങൾക്കും
ഫസാദ് ഉണ്ടാക്കുന്നത് റാഫിദികളാണ്. ലിഅന്നഹും യദ്ദഊന അൽ-ഇന്തിമാഅ ഇലൽ ഇസ്ലാം, കാരണം ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് ഇസ്ലാമിലേക്ക് ചേർത്തി അവരെ കുറിച്ച് അവർ പറയുന്നു. വഹും യുഫ്സിദൂന അഹ്കാമഹു വ അഖായിദ, ഇസ്ലാമിൻ്റെ കർമ്മശാസ്ത്രത്തെയും വിശ്വാസങ്ങളെ നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതേ കാര്യം തന്നെ ഇബ്നുൽ ജൗസി റഹിമഹുള്ള പറയുന്നുണ്ട്, ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നുണ്ട്, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നുണ്ട്. എല്ലാ ഉലമാക്കളും കക്ഷിഭേദമന്യേ മദ്ഹബ് ഭേദമന്യേ പറയുന്നുണ്ട്. കാരണം ഇവർ ഈ തരത്തിൽ മുനാഫിക്കുകളുടെ പണിയാണ് ചെയ്യുന്നത്. അവരൊരു ഇസ്ലാമല്ലാത്ത മറ്റൊരു മതമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിമീങ്ങളോട് അങ്ങേയറ്റത്തെ ശത്രുത വെച്ച് പുലർത്തുകയും ഇസ്ലാമിൻ്റെ ഉള്ളിൽ കയറിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. ഈ തരത്തിൽ ഇറാൻ ലോബിയുടെ പ്രൊപ്പഗണ്ടയിൽ നമ്മൾ വശംവദരായി പോകാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാവർക്കും സത്യം അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു കൊടുക്കുമാറാകട്ടെ. നസ്അലുല്ലാഹ അൻ യഹ്ദിൽ ജമീഅ വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.